വെൽക്കം ടു മിനോസ് കുക്കി. ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ബട്ടൂര ചിക്കൻ ചില്ലി റോളാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഇഫ്താർ സ്പെഷ്യലായിട്ടൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്സാണ് കേട്ടോ. ഇത് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയതാണ് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ആദ്യം നമുക്ക് ബട്ടൂരയ്ക്കുള്ള മാവ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് 3 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. അപ്പോൾ കുഴച്ചെടുക്കാനൊക്കെ പാകത്തിനുള്ള കുറച്ചൊരു പരന്ന പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നതായിരിക്കും കേട്ടോ നല്ലത്. ഇനി ഇതിലേക്ക് 1.5 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. അതുപോലെ പാകത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. ഒരു 3/4 ടീസ്പൂണോളൊക്കെ ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇവ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു സ്പൂൺ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് 2.5 ടേബിൾ സ്പൂൺ തൈര് ഒഴിച്ചു കൊടുക്കാം. നല്ല കട്ടിയുള്ള തൈരാണ് എടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് ചെറു ചൂടുള്ള പാല് 1/4 കപ്പ് ഒഴിച്ചു കൊടുക്കാം. പാൽ നമുക്ക് നോക്കിയിട്ട് വീണ്ടും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു മുട്ടയാണ്. ഇതിൻ്റെ വെള്ള മാത്രം മതി നമുക്ക്. അതുകൊണ്ട് നമുക്കൊരു പാത്രത്തിലേക്കൊന്ന് പൊട്ടിച്ചിട്ട് ഇതിൻ്റെ വെള്ളയൊന്ന് സെപ്പറേറ്റ് ആക്കി എടുക്കാം. മഞ്ഞക്കുരു വേണ്ട, നമുക്ക് ഇതിൻ്റെ വെള്ള മാത്രം മതി. ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. സാധാരണ ബട്ടൂര തയ്യാറാക്കുന്ന സമയത്ത് അതിലേക്ക് ഈസ്റ്റോ അല്ലെങ്കിൽ ബേക്കിംഗ് സോഡയോ ചേർത്ത് കൊടുക്കാറുണ്ട്. മാവ് നന്നായിട്ട് പൊങ്ങി വരാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്. അപ്പം ഞാനിതിൽ അതൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. പകരം ഈ മുട്ടയുടെ വെള്ള മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതും നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് കൈകൊണ്ട് കുഴച്ചെടുക്കാം. അപ്പോൾ ഇത് കുഴച്ചെടുക്കാൻ ഇത് പോരട്ടെ നനവ്. അപ്പോൾ നമുക്കിതിലേക്ക് പാലോ അല്ലെങ്കിൽ ചെറു ചൂടുള്ള വെള്ളമോ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ 1/4 കപ്പിൻ്റെ പകുതിയോളം പാൽ കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചു കൊടുക്കാം. ചെറു ചൂടുള്ള വെള്ളം 2 ടേബിൾ സ്പൂൺ കൂടി ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെള്ളം പോരെങ്കിൽ അല്പാൽപ്പായിട്ട് കുറച്ചുകൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ. ഇത്രയും കുഴച്ചെടുത്ത് കഴിഞ്ഞാൽ കുറച്ച് എണ്ണ കയ്യിലാക്കിയിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. നല്ല സോഫ്റ്റ് ആവുന്നത് വരെ നന്നായിട്ട് കുഴച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലെ നല്ല സോഫ്റ്റ് ആവുന്നവരെ കുറച്ച് സമയം എടുത്ത് തന്നെ നന്നായിട്ട് കുഴച്ചെടുക്കാം കേട്ടോ. ഇനി ഞാൻ ഇതുപോലൊരു പാത്രത്തിലേക്ക് ഇത് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഓയിൽ കൂടി ഒന്ന് പുരട്ടി കൊടുക്കുക. ഇതുപോലെ ഒന്ന്. ഇനി ഇത് നല്ല ടൈറ്റായിട്ടൊന്ന് അടച്ചു വെക്കാം. ഒന്നുകിൽ നല്ല ടൈറ്റുള്ളൊരു അടുപ്പ് കൊണ്ട് അടച്ചു കൊടുത്താൽ മതി. അതല്ലെങ്കിൽ ഇതുപോലെ ക്ലിംഗ് റാപ്പ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് ഒരു 3-4 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണേ. ഈസ്റ്റൊക്കെ ചേർത്തിട്ടാണ് ഉണ്ടാക്കിയതെങ്കിൽ 1-2 മണിക്കൂറൊക്കെ വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ സ്നാക്സൊക്കെ ഉണ്ടാക്കുന്നതിന് മുമ്പ് നേരത്തെ തന്നെ ഇങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാക്കുന്ന സമയത്ത് എളുപ്പമായിരിക്കും കേട്ടോ. പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും കഴിയും. ഇനി നമുക്കിതിലേക്കുള്ള ഫില്ലിങ്സ് റെഡിയാക്കിയെടുക്കാം. ഇതിനായിട്ട് ഞാൻ എല്ല് നീക്കിയിട്ടുള്ള ചിക്കൻ കഷ്ണങ്ങളാണ് എടുത്തത്. ഇത് ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നന്നായിട്ട് കഴുകി ഇതുപോലൊരു കുട്ടയിലിട്ട് വെച്ചിട്ട് നന്നായിട്ട് വെള്ളം വാർന്ന് പോകുന്നത് വരെ ഇട്ട് വെക്കണേ. ഇനി നമുക്കിതിലേക്ക് 2 മുട്ട വേണം കേട്ടോ. ഇത് ഞാനൊരു ബൗളിലേക്ക് പൊട്ടിച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു സ്പൂൺ കൊണ്ടോ ഫോർക്ക് കൊണ്ടോ നന്നായിട്ട് കുറച്ച് സമയം ഒന്ന് ഇളക്കിയിട്ടൊന്ന് പതപ്പിച്ചെടുക്കണേ. അപ്പോൾ തുടർച്ചയായിട്ട് ഇങ്ങനെ കുറച്ച് സമയം ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതുപോലെ മതി കേട്ടോ. ഇനി നമുക്ക് ചിക്കൻ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. വെള്ളമൊക്കെ നന്നായിട്ട് വാർന്നു പോയതിന് ശേഷം മാത്രമേ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് 1/2 കപ്പ് കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1/2 ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുക്കാം. ഇനി പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനൊരു 3/4 ടീസ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ പതപ്പിച്ച് വെച്ചിട്ടുള്ള മുട്ടയും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. കാൽ കപ്പ് കോൺഫ്ലോർ കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം മൊത്തത്തിൽ 3/4 കപ്പോളം കോൺഫ്ലോറാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തത്. അപ്പോൾ ഇതുപോലെ കുഴച്ചൊരു കുഴമ്പ് പരുവത്തിലാണ് കേട്ടോ ഇതുണ്ടാവുക. അപ്പോൾ ഉപ്പൊക്കെ വേണമെങ്കിൽ നോക്കിയിട്ട് കുറച്ചുകൂടെയൊക്കെ ചേർത്ത് കൊടുക്കാം വേണമെങ്കിൽ. ഇനി നമുക്കിത് 1-2 മണിക്കൂറൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. അപ്പോൾ ആദ്യം ബട്ടൂരയ്ക്കുള്ള മാവ് റെഡിയാക്കി വെച്ചിട്ട് ഇതും ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ടൈം കറക്റ്റ് കേട്ടോ. ഇതൊക്കെ ആദ്യം തന്നെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് എളുപ്പമാവും. അപ്പോൾ ഞാൻ 1.5 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് ഇതെടുത്തത്. ഇപ്പോൾ എണ്ണ നന്നായിട്ടൊന്ന് ചൂടായതിന് ശേഷം മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുത്തിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ വെളിച്ചെണ്ണ ആട്ടോ ഫ്രൈ ചെയ്യാൻ വേണ്ടി എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുത്താൽ മതി. 2-3 തവണയായിട്ടാണ് ഞാനിത് ഫ്രൈ ചെയ്തെടുക്കുന്നത്.
അപ്പോൾ മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ. ഫുൾ ഫ്ലെയിമിലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ പുറം ഭാഗം കരിഞ്ഞു പോയി ചിക്കൻ ഉള്ളിൽ വേവാതെ ആയിരിക്കിട്ടുണ്ടാവുക. അപ്പോൾ നമ്മൾ കുറച്ച് സമയം ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ട് മറിച്ചിട്ട് കൊടുത്തുകൊണ്ടൊക്കെ ഇത് വേവിച്ചെടുക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ചിക്കൻ കഴിക്കാൻ. ഇത് നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് കോരി മാറ്റാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ളത് മുഴുവനായിട്ട് ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 വലിയ സവാള വേണം കേട്ടോ. അപ്പോൾ ഞാനിത് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ 4 പച്ചമുളക്, വലിയ മുളകാണ്, അതും ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് സ്റ്റൗവിലൊരു പാന് ചൂടാവാൻ വേണ്ടി വയ്ക്കാം. ഇതിലേക്ക് 2.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്ത വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ചൂടായതിനു ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാള ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ പച്ചമുളകും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് സമയം നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒരു 1/4 ടീസ്പൂണോളൊക്കെ മതി. ഈ സവാളയിലേക്ക് മാത്രമുള്ളത് മതി കേട്ടോ. പിന്നെ നമ്മൾ കുറച്ച് സോസുകളൊക്കെ ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട്. അപ്പോൾ അതിലൊക്കെ ഉപ്പുണ്ടാവും. പിന്നെ അതുപോലെ ചിക്കനിലും ഉപ്പുണ്ടാവും. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. സവാള നന്നായിട്ടൊന്ന് വഴന്നതിന് ശേഷം നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ചിക്കനെ ഒന്നുകൂടി പീസാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ കുറച്ച് വലിയൊരു പീസായതുകൊണ്ടാണ് ഞാൻ ഒന്നുകൂടി കട്ട് ചെയ്തെടുത്തത്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ചെറിയ പീസായിട്ട് ഫ്രൈ ചെയ്തെടുത്താലും മതി. ഇനി 2 ടേബിൾ സ്പൂൺ വിനെഗർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ 2 ടേബിൾ സ്പൂൺ സോയാ സോസും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇവയെല്ലാം കൂടി കുറച്ച് സമയം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം കേട്ടോ. അപ്പം നമ്മൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫില്ലിങ്സ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഭട്ടൂര തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് മാവൊന്ന് നോക്കട്ടെ. അപ്പോൾ ഞാൻ 3.5 മണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓവറായിട്ടൊന്നും പൊങ്ങി വരില്ല, നമ്മൾ ഈസ്റ്റ് ഒന്നും ചേർത്തിട്ടില്ലല്ലോ. എന്നാലും നല്ല സോഫ്റ്റായിട്ട് കുറച്ചൊന്ന് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ട് ഉരുളകളാക്കിയെടുക്കേ. അപ്പോൾ ഇതുപോലെ ഈ വലിപ്പത്തിലുള്ള ഉരുളകൾ മതി കേട്ടോ. ഇനി നമുക്കിത് പരത്തിയെടുക്കാം. കുറച്ച് പൊടിയൊന്ന് തൂവി കൊടുക്കേ, മൈദ. എന്നിട്ട് ഇത് കുറച്ച് പൂരിയേക്കാളൊക്കെ കുറച്ച് വലുപ്പത്തിലൊന്ന് പരത്തിയെടുക്കാം. ഓവർ കട്ടിയൊന്നും വേണ്ട, അധികം തിന്നും ആവേണ്ട കേട്ടോ. അപ്പം ഞാനിതുപോലെ 4 പരത്തി വെച്ചിട്ടുണ്ട്. എല്ലാം കൂടി പരത്തി വെക്കുന്ന സമയത്ത് ഒട്ടിപ്പോവും. അപ്പം 4 പരത്തി വെച്ചിട്ടുണ്ട്. ഇത് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം ഒന്ന് തീ കുറച്ച് വെച്ചിട്ട് ഫ്രൈ ചെയ്യാം. അപ്പം ഞാൻ ചെറിയൊരു ചട്ടിയിലാട്ടോ ഇത് ഫ്രൈ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നന്നായിട്ട് അങ്ങ് പൊങ്ങി വരില്ല. അപ്പം നിങ്ങൾ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് വലിയൊരു പാനിൽ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ ഞാൻ എല്ലാം ചെയ്തെടുത്തേ. ഇനി നമുക്കിതിൽ ഫില്ലിങ്സ് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ വെച്ചതിന് ശേഷം നമുക്കിത് റോൾ ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് വേണമെങ്കിൽ ടൊമാറ്റോ സോസും മയോണൈസൊക്കെ ഒഴിച്ച് കൊടുക്കാം. നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇതുപോലെ റോൾ ചെയ്തെടുക്കാം. ഭട്ടൂര അധികം ചൂടാറുന്നതിന് മുമ്പ് തന്നെ ഇതുപോലെ റോൾ ചെയ്തിട്ട് കഴിക്കാം കേട്ടോ. അപ്പോൾ ചെറു ചൂടോടെ തന്നെ കഴിക്കുന്നത് നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഫില്ല് ചെയ്തിട്ട് റോൾ ചെയ്തെടുക്കാം. അധികം റിസ്ക് ഇല്ലാതെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്സാണ് കേട്ടോ ഇത്. നമുക്കിതിൻ്റെ മാവൊക്കെ നേരത്തെ തന്നെ തയ്യാറാക്കി വെക്കാം. അതുപോലെ ചിക്കനൊക്കെ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നേരത്തെ തന്നെ തയ്യാറാക്കി വെക്കാം. അപ്പോൾ നമുക്ക് സ്നാക്സ് ഉണ്ടാക്കുന്ന സമയത്ത് ഇതൊന്ന് ചിക്കൻ ഫ്രൈ ചെയ്തെടുത്ത് അതുപോലെ ഈ മാവൊന്ന് പരത്തിയെടുത്ത് ഫ്രൈ ചെയ്യാൻ മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റുള്ള നല്ലൊരു സ്നാക്സാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ കമൻസ് അറിയിക്കുക. അതുപോലെ ഫ്രണ്ട്സിന് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് സെലക്ട് ചെയ്യുക. എങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.